മമ്മൂട്ടിയെക്കുറിച്ച് സംവിധായകൻ കമൽ പങ്കുവെക്കുന്ന ഓർമ്മകൾ ഇങ്ങനെയാണ്. ഞാൻ ആദ്യമായി മമ്മൂക്കിയോടൊപ്പം ചെയ്യുന്ന ചിത്രം മഴയത്ത് മുൻപെയാണ്. അതിനുശേഷം അഴകിയ രാവണനും. എനിക്ക് ആദ്യം ഓർമ്മയിൽ വരുന്നത് അഴകിയ രാവണൻ എന്ന സിനിമയാണ്. ഈ സിനിമയുടെ കഥ ആദ്യം ഞാനും ശ്രീനിവാസനും കൂടി ചേർന്ന് വർക്ക് ചെയ്തിട്ട് ഫോണിലൂടെയാണ് ശ്രീനിവാസൻ ഈ കഥാപാത്രത്തെക്കുറിച്ച് മമ്മൂക്കിയോട് പറയുന്നത്. പറഞ്ഞു കഴിഞ്ഞ ഉടനെ ശ്രീനിവാസൻ പറഞ്ഞത്, ഈ സിനിമയിൽ നിങ്ങൾക്കൊരു ഡയലോഗ് ഉണ്ട് എന്നാണ്. ആ ഡയലോഗാണ് നിങ്ങളുടെ കഥാപാത്രം എന്നാണ്. വേദനിക്കുന്ന കോടീശ്വരൻ എന്നതായിരുന്നു ആ ഡയലോഗ്. പെട്ടെന്ന് മമ്മൂക്ക ചിരിച്ചു. കുറച്ച് അഹങ്കാരവും പൊങ്ങച്ചവും ഉള്ളൊരു കഥാപാത്രമാണ് നിങ്ങൾക്കെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. താൻ എന്താ എന്നെ കളിയാക്കാൻ വേണ്ടി സിനിമയെടുക്കുകയാണോ എന്നാണ് ആദ്യം മമ്മൂക്ക ശ്രീനിവാസനോട് ചോദിച്ചത്. സിനിമയിൽ എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഡയലോഗാണ് ഈ വേദനിക്കുന്ന കോടീശ്വരൻ എന്നത്. അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യാൻ തിരക്കഥ കൊടുത്ത സമയത്ത്, ഓ ഇതാണല്ലേ ശ്രീനിവാസൻ പറഞ്ഞ വേദനിക്കുന്ന കോടീശ്വരൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. സിനിമാ നിർമ്മാതാവും പൊങ്ങച്ചുകാരനുമായ ശങ്കർദാസ് ഭാനുപ്രിയ ചെയ്യുന്ന കഥാപാത്രത്തെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഡയലോഗാണത്. ആ സീനിൽ ഒരു കോമഡി ഉണ്ട്. ഞാൻ വിചാരിച്ചത് മമ്മൂക്ക അത് കോമഡിയായി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. മമ്മൂക്ക ഇതൊരു കോമഡി ആണെന്ന് ധരിച്ചു പറയുമോ എന്നെനിക്ക് പേടിയുണ്ടെന്ന് ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞു. നമുക്ക് നോക്കാം എന്നാണ് ശ്രീനി മറുപടി പറഞ്ഞത്. പക്ഷെ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹം വളരെ സീരിയസ് ആയാണ് ആ ഡയലോഗ് പറഞ്ഞത്. ശരിക്കും ഉള്ളിൽ കൊണ്ടു നടന്ന പെൺകുട്ടിയോടുള്ള തൻ്റെ ഇഷ്ടം ഒരു ആത്മസംഘർഷത്തോടെയാണ് മമ്മൂക്ക പറയുന്നത്. എന്നാൽ അത് തിയേറ്ററിൽ ഭയങ്കര ചിരിയുണ്ടാക്കി. ഇത്തരം ചെറിയ കാര്യങ്ങളെ കഥാപാത്രത്തിൽ സന്നിവേശിപ്പിക്കാനുള്ള മമ്മൂക്കയുടെ കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അത് അറിയുന്നതുമാണ്. എങ്ങനെയാണ് ഇദ്ദേഹം ഇത് നിലനിർത്തുന്നത് എന്നത് മാത്രമാണ് വലിയ അത്ഭുതം.